ഇതിലിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല ഇദ്ദേഹത്തെ ആശുപത്രിയിലാകുന്നത് വരെ. അപ്പോൾ ഒരു ഇല്ലീഗൽ കസ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ പോലീസ് ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരവുമാണ്. എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതിരുന്നത് നേരത്തെ എന്ന ചോദ്യത്തിനെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ടോ? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ SHO അടക്കം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല, തനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടുത്തെ SI ആണ് ഈ കസ്റ്റഡിയിൽ എടുത്തതെന്ന വിവരമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു അബദ്ധത്തിൽ കൂടി പെട്ടിട്ടുണ്ട് വിജയകുമാർ. ഈ ഹോളി ക്രോസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന KP പൊന്നൂസിന് ഈ അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ഇപ്പോൾ പോലീസുകാർ തന്നെ പിരിവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട പിരിവടക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ തിരക്കുമ്പോൾ 72,000 രൂപയാണ് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുള്ളത്. ഈ പണം ആരടയ്ക്കും എന്ന ചോദ്യം പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ബന്ധുക്കളോടക്കം ഇയാളെ ജാമ്യത്തിലെടുത്തുകൊണ്ട് പോകൂ എന്നടക്കം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ബന്ധുക്കൾ ഇത്തരത്തിലൊരു കസ്റ്റഡി തങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് തങ്ങൾ ഇക്കാര്യത്തിൽ പണം ഇപ്പോൾ അടയ്ക്കുന്നത്? പോലീസ് കസ്റ്റഡിയിൽ ആണ് എന്നുള്ളതാണ് തങ്ങളോട് പോലീസ് തന്നെ നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് എന്തുകൊണ്ട് അടച്ചുകൂടാ എന്നത് ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഈ പണം KP പൊന്നൂസിന്റെ ഹോസ്പിറ്റലിലെ പണം പോലും പോലീസുകാർ അടയ്ക്കേണ്ട അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു ഇല്ലീഗൽ കസ്റ്റഡി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി KP പൊന്നൂസിന്റെ കൊല്ലത്തെ അഭിഭാഷകർ ഇപ്പോൾ കൊട്ടാരക്കര കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ഇപ്പോൾ കോടതി പരിഗണനയിലാണ്. കോടതി ഇപ്പോൾ ഈ അല്പസമയത്തിനകം ഈ കേസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ കോടതിയിൽ പോലീസ് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറെ നമ്മൾ നോക്കിക്കാണുകയാണ്. കാരണം ഒരു 72 വയസ്സിനധികം പ്രായമുള്ള ഒരു ജനപ്രതിനിധിയായ ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം അറിയാമെങ്കിൽ എന്തുകൊണ്ട് അയാളെ അത്തരത്തിലൊരു പരിചരണം നൽകിയില്ല? 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ എന്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിലോ കോടതിക്ക് മുമ്പിലോ ഹാജരാക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പരാതിക്കാരൻ പോലീസ് എന്ന വ്യാജന പലരെയും വിളിച്ചിട്ടുണ്ട്. ഈ ഇവരുടെ സുഹൃത്തുക്കളെ അഭിഭാഷകരെ അടക്കം വിളിച്ചു. അത് ഒരുപക്ഷെ ഈ പോലീസിന്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ 10 ലക്ഷം രൂപ തന്നാൽ അയാളെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിടാം, അക്കാര്യത്തിൽ എല്ലാ ഉറപ്പുകളും നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജ്യോതിഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് അഭിഭാഷകനെ വിളിച്ച് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ സ്റ്റേഷനിൽ പണം കെട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കോടതിയിലിരിക്കുന്ന കേസിൽ എങ്ങനെയാണ് പോലീസിൽ മധ്യസ്ഥത നിന്നുകൊണ്ട് പണം കെട്ടിവെച്ച് ഒത്തുതീർപ്പാക്കുന്നതെന്ന ചോദ്യം നമുക്ക് തന്നെ സംശയം ഉളവാക്കുന്നതാണ്. എന്തായാലും ഈ കാര്യത്തിൽ SHOയ്ക്കും അതുപോലെ തന്നെ കണ്ണനല്ലൂർ പോലീസിനും നന്നായി അവർ പെട്ടിട്ടുണ്ട്. അത് കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് അവർ തയ്യാറാകാത്തത്. എന്തായാലും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൂടി ഈ വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മളെ തന്നെ പല സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് ഈ ഒരുപക്ഷെ ഇത് പോലീസിന്റെ ഉന്നത തലങ്ങളിൽ കണ്ണനല്ലൂർ പോലീസിന്റെ മാത്രം തീരുമാനമായിരിക്കും. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പരാതിക്കാരനുമായി ചേർന്ന് അയാൾക്ക് പണം വാങ്ങിക്കൊടുക്കാം എന്നൊരു തീരുമാനമെടുത്ത് പോലീസ് നടത്തിയ എന്തോ നീക്കമാണ് പാളിപ്പോയത് എന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്നും ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്വാഭാവികമായും ഇതിൽ ഇടപെട്ട് കാണുമല്ലോ. ഇപ്പോൾ നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരും. കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇല്ലീഗലായി ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നു, അയാൾ ക്രിട്ടിക്കലാകുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. പോലീസ് യഥാർത്ഥത്തിൽ ഇനി പോലീസിന്റെ പ്രതിരോധമാകെ പൊളിയുകയാണ് കണ്ണനല്ലൂർ പോലീസിന്റെ ഈ വിഷയത്തിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ KP പൊന്നൂസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. കാരണം ഞാനിപ്പോൾ PROയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണം നമുക്ക് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയും. ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് അത് ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നത് 5 മണിക്കാണ്. അതായത് 24 മണിക്കൂർ ഈ പിടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ ഇനി അത് മാത്രം മതിയാകും. മറ്റൊന്ന് 3 മണിക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് കുഴഞ്ഞു വീണു എന്ന് ആരോപിച്ച് ഈ KP പൊന്നൂസിനെ അവർ പ്രവേശിപ്പിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ രക്തത്തിലടക്കം ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു. അന്നേരം കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിൽ അവിടെ എത്തിയ KP പൊന്നൂസ് ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. നിലവിൽ 100% പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടെയാണ് അയാൾ ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് PRO അടക്കം വ്യക്തമാക്കുന്നത്. അതീവ ഗുരുതരമായി തുടരുന്ന KP പൊന്നൂസിന് തുടർ ചികിത്സ, ഇതിൽ വിദഗ്ധ ചികിത്സ അത് ആര് നൽകുമെന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നു. ഹോസ്പിറ്റലിലെ ബില്ല് പോലും ഇതുവരെ അടച്ചിട്ടില്ല. നിലവിൽ വിജയകുമാർ പറഞ്ഞതുപോലെ ഇത് കണ്ണനല്ലൂർ പോലീസ് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന സംശയം ഇപ്പോഴും സജീവമാവുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥരാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ നമ്മളെ വിളിക്കുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അതുപോലെ തന്നെ സിറ്റിയിലെയും പോലീസ് ഉദ്യോഗസ്ഥർ അത് ഈ കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അതീവ ഗൗരവമാണ്. കാരണം ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഏതെങ്കിലും കേസിൽ കസ്റ്റഡിയിലെടുത്താൽ സ്വാഭാവികമായും അടുത്ത ദിവസം സാറ്റ കൊടുക്കുമ്പോഴെങ്കിലും ഇവർക്ക് തങ്ങളുടെ കേസിൽ ഏതെങ്കിലും കേസിൽ ഇന്നാളെ കസ്റ്റഡിയിലുണ്ട്, തങ്ങളുടെ പക്കലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തിനാണ് അങ്ങനെയെങ്കിൽ അത് മറച്ചു വെച്ചത് എന്നീ കാര്യങ്ങളിൽ ഇനി പോലീസ് ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത്. എന്തായാലും കണ്ണനല്ലൂർ പോലീസിന് ഈ KP പൊന്നൂസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് അദ്ദേഹം നേരിട്ടു. ഈ ഹെർട്ടിന്റെ സർജറി അടക്കം കഴിഞ്ഞ ആളാണ് എന്ന് കൃത്യമായി അയാളെ ബോധ്യപ്പെടുത്തിയതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അഭിഭാഷകരോട് സംസാരിച്ചപ്പോഴും അവരും ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ജാമ്യാപേക്ഷ, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഇരിക്കുമ്പോൾ ഇത്ര ധൃതിപ്പെട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. അരുണ തുടരുക. ഈ KP പുന്നൂസ് ഗുരുതരാവസ്ഥയിലാണെന്ന് ഈ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ PRO തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം വന്ന സമയം മുതൽ വെന്റിലേറ്ററിലാണ്. കുഴഞ്ഞു വീണുവെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്നാണ് PRO പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.